Hi friends, welcome to leenuskitchen. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇതെന്ന് പറയുന്നത് കുമരകം അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈൽ ചിക്കൻ കറി എന്ന് പറയാം, അല്ലെങ്കിൽ കൊടംപുളി ഇട്ട ചിക്കൻ കറി. അതെ, കൊടംപുളി ഇട്ട മീൻ കറിയല്ല, കൊടംപുളി ഇട്ട ചിക്കൻ കറി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുമായിരുന്നു, നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നീ മീൻ ഇടാതെ അതിൽ സെയിം കൂട്ട് വെച്ചിട്ട് ചിക്കൻ എന്താ ഇടാത്തതെന്ന്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഓൺലൈനിൽ ഞാൻ കണ്ടു ഇങ്ങനെ ഒരു റെസിപ്പി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഈ കുമരകം സ്റ്റൈൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. കൊടംപുളി ഇട്ട ചിക്കൻ കറിയല്ലേ, അപ്പോൾ പിന്നെ ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നടുവേ കീറിയതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 6-8 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതായിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഇതും നീളത്തിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതിയാവും. നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ ആയത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒന്ന് അരിഞ്ഞ് എടുത്തതാണിത്. അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. കാരണം ഞാനിവിടെ മുളക് പൊടിയും പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം മസാല ഒന്നും കരിയാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മസാലയൊന്നും കരിയത്തില്ല. പിന്നെ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടായാലും ചിലപ്പോൾ മസാല കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം, അതായത് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അതായത് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറണം, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കൊടംപുളി ചേർക്കാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ 4 കഷ്ണം കൊടംപുളി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടംപുളിയും വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത് 2 കിലോ ചിക്കനാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം മതിയാവും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെങ്കിൽ 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇത് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. എൻ്റെ ഇച്ചിരി 2 കിലോ ചിക്കൻ എടുത്തേക്കുന്നതുകൊണ്ടേ ഈ ചട്ടിയിൽ കൊള്ളാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇളക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1 കിലോ ചിക്കൻ എടുക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾ തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ ഈ ചട്ടിയുടെ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ തിളയ്ക്കാൻ തുടങ്ങി, അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ ചാറൊക്കെ കൂടിയത് കണ്ടോ. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ മുഴുവനും വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി കളർ, കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ മീൻകറിയുടെയും ചിക്കൻ കറിയുടെ ഒരു മിക്സ്ഡ് മണമാണ് വരുന്നത്. എല്ലാവരും വിചാരിക്കും മീൻ കറി ഉണ്ടാക്കുന്നത്, പക്ഷെ വന്ന് നോക്കുമ്പോൾ ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഈ കറിവേപ്പിലയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി മണവും ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വെക്കാം, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ കുടംപുളിയിട്ട മീൻ കറിയല്ല, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പുളിയും എരിയുള്ള ഒരു കറിയാട്ടോ. അപ്പോൾ മീൻ കഴിക്കാത്തവർക്ക് പറ്റിയൊരു കറിയാണ്. അല്ലെങ്കിൽ മീനില്ലാത്തപ്പോൾ മീൻ കറി പോലത്തെ ഒരു കറി കൂട്ടണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.